എന്നിരുന്നാലും നാം മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാല്, ഈ കുഞ്ഞുങ്ങളെ ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. വൃദ്ധനായാലും ഇത് വിട്ടുമാറത്തില്ല. ഞാൻ എൻ്റെ ചെറുപ്പകാലത്തെ ഓർക്കുകയായിരുന്നു. ഞാൻ ആരാധന കഴിഞ്ഞ ദിവസം ജോൺസനോട് ഞാൻ പറഞ്ഞു ഓർക്കുന്നു. ഞാൻ എപ്പോഴും ഫ്രണ്ടില് ഇങ്ങനെ വലിയപ്പച്ചൻ എന്നെ കൊണ്ട് പോയി അവിടെ മുമ്പില് പുൽപ്പായലിരിക്കും. എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ആ പുൽപ്പായെല്ലാം കുത്തി അഴിക്കുകയായിരുന്നു എൻ്റെ പണി. ഞാനിതൊന്നും സുഖമായി ശ്രദ്ധിച്ചിട്ടില്ല എന്ന് അവർക്ക് തോന്നും. വീട്ടിൽ വരുമ്പോൾ പിന്നെ തല്ലു കുടിക്കുകയും ചെയ്യുമായിരുന്നു. അമ്മ വലിയമ്മച്ചിയൊക്കെ ഉള്ളപ്പോൾ ഞാനോട് പറഞ്ഞു. എന്നാൽ ഞാൻ അന്ന് ഈ തലപ്പ ഇങ്ങനെ അഴിക്കുകയും പുൽപ്പ അഴിക്കുകയും അത് കുത്തി പിടിക്കൊണ്ടൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോഴും എൻ്റെ മനസ്സ് അതിൽ ശ്രദ്ധിച്ചിരുന്നു. നമ്മളൊരെപ്പോഴും കുഞ്ഞുങ്ങളെ അവർക്ക് അറിയത്തില്ല, അവർ കളിച്ചോണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കരുത്. അവരുടെ മനസ്സിൽ ഇത് കയറും. അന്ന് സൺഡേ സ്കൂളിൽ ചെറിയ പ്രായത്തിൽ ആരാധനയ്ക്ക് ഇരുന്നപ്പോൾ പലരും പ്രസംഗിച്ച പല പ്രസംഗങ്ങൾ ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. ആ വാക്യങ്ങളുടെ റെഫറൻസ് പോലും ഞാൻ മറന്നു പോയിട്ടില്ല. അതുകൊണ്ട് നിന്നെ നിസ്സാരമായിട്ട് കാണരുത്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇവരെ ഏത് വഴിക്കാ തിരിച്ചുവിടേണ്ടതെന്നുള്ള കാര്യത്തിന്റെ പ്രത്യേകത. നമുക്ക് വേണമെങ്കിൽ ലോകപ്രകാരം ബാലൻ നടക്കുന്ന വഴിയിൽ വേണേൽ അവനെ അഭ്യസിപ്പിക്കാം. അതാണ് ഈ ബാലജന സഖ്യവും ഒക്കെ നടത്തുന്നത്. അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാലലക്ഷ്യം ഉള്ളിടത്തോടെ അവനെ നടത്തുക. ഇന്ന് പല രാജ്യങ്ങളും, പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള വികസന രാജ്യങ്ങളിലെല്ലാം പിള്ളേരെ അടിക്കാനോ അത് ശാസിക്കാനോ ഒന്നും കഴിയത്തില്ല. അപ്പൊ അവരെന്താ ചെയ്യുന്നേ? അവർക്ക് ഇഷ്ടം വഴി കൂടെ അങ്ങ് നടത്തുക. അങ്ങനെ തിരുവാനും പറയുന്നത് അങ്ങനെയല്ല. ബാലൻ നടക്കേണ്ടുന്ന വഴി, നടക്കുന്ന വഴിയല്ല, മറിച്ച് നടക്കേണ്ടുന്ന വഴി അവനെ അഭ്യസിപ്പിക്കുക എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അതിനെ നിസ്സാരമായി കാണാതെ സൺഡേ സ്കൂളും അവരുടെ യൂത്ത് പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കുറച്ചുകൂടെ അവരുടെ ആ കാര്യങ്ങൾ മാതാപിതാക്കൾ ഇടപെടണമേ എന്ന് ഞാൻ ഓർമ്മിക്കുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യം, കാലഘട്ടമെല്ലാം മാറി. ഇന്നിപ്പോ നമ്മള് പേപ്പറിലാണല്ലോ എല്ലാവരും എഴുതി നോട്ടൊക്കെ സ്കൂളിലും കോളേജിലും ഒക്കെ പോകുമ്പോൾ എഴുതുന്നത്. ഇപ്പൊ അത് മാറി. ആരും പേപ്പറിൽ എഴുതുന്ന രീതിയില്ല. എല്ലാവരുടെയും കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ട്. കോളേജുകളിലൊക്കെ പോകുന്നവരും അല്ലെങ്കിൽ ഐപാഡ്, ഫോണ് ഇതൊക്കെ ഉപയോഗിച്ച് അവരെല്ലാവരും ചെയ്യുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അപ്പോൾ ടൈപ്പ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന പിള്ളേരുടെ ഒരു നോട്ട് ബുക്കാണ്ട്, റെക്കോർഡ് ബുക്കാണ്ട്, ഇതൊന്നുമില്ല. അവരെല്ലാവരും ലാപ്ടോപ്പ് കൊണ്ട് പോകുന്നു, അതിനകത്ത് ടൈപ്പ് ചെയ്യുക. അതിൽ ഒരു പടി കൂടി ഇപ്പം മാറി. ഇപ്പൊ ടൈപ്പും ചെയ്യണ്ട, വെറുതെ പറഞ്ഞാൽ മതി. അതിനകത്തോട് ഇങ്ങനെ പറഞ്ഞാൽ മതി, അത് തന്നെ അങ്ങ് ടൈപ്പ് ആയിക്കോളും. ഇനിയിപ്പോൾ അത് മാറാൻ പോവുക. അതാണ് പറയാൻ ഞാൻ ആഗ്രഹിച്ച കാര്യം. ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു കാലഘട്ടമാണ്. അത് എല്ലാ രാജ്യങ്ങളിലും വന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ യന്ത്ര മനുഷ്യനെ കൊണ്ടാണ് ഇന്ന് പണികൾ എടുപ്പിക്കുന്നു, വലിയ ഫാക്ടറി ജോലികൾ ചെയ്യിപ്പിക്കുന്നു, ഹോസ്പിറ്റൽ സർജറികൾ നടത്തുന്നു. ഇതെല്ലാം റോബോട്ട് ചെയ്യുന്ന ഒരു കാലത്തിലേക്ക് മാറി. അപ്പോഴാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഏത് കാലത്തെയാണ് നമ്മളിന്ന് ജീവിക്കുന്ന, നമ്മൾ ഇമാജിൻ ചെയ്യാൻ കഴിയാത്ത, നമ്മൾ സ്വപ്നം കാണാത്ത ഒരു തലത്തിലോട്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത്. അതുകൊണ്ട് അവരെ എങ്ങനെ പഠിപ്പിക്കും, അവരെ എങ്ങനെ ദൈവത്തിനെ പഠിപ്പിക്കും, അതിനെക്കുറിച്ച് മാതാപിതാക്കൾ വളരെ ശ്രദ്ധയോടെ ചിന്തിക്കേണ്ടതായ കാലങ്ങളാണ്. അതുകൊണ്ട് ഈ യൗവനക്കാരുടെ പ്രവർത്തിക്കുന്ന അനേക ദൈവദാസന്മാരോട് സഹകരിക്കാനും സംസാരിക്കാനും ഒക്കെ എനിക്കിടയായിട്ടുണ്ട്. അവരൊക്കെ പറയുന്ന അടുത്ത ഒരു ജനറേഷനെ കുറിച്ച് നമ്മൾ ഇപ്പോഴേ അതിനുവേണ്ടി കരുക്കൾ ഒരുക്കിയില്ലെങ്കിൽ അവർ നമ്മുടെ കൈവിടപ്പെട്ടു പോകാനായിട്ട് സാധ്യതയുണ്ട്. ഇന്ന് പേരൻസിന് ആർക്കും ഒന്നും ചെയ്യാനാണ്. അവരുടെ ലോകം മുഴുവൻ ഒരു ടെലിഫോണാണ്. അവരെ ആർക്കും കൂട്ടുകാർ വേണ്ട, അവരോട് സംസാരിക്കാൻ ആൾ വേണ്ട. നമ്മളെല്ലാം കുഞ്ഞുങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് ടെലിഫോണൊക്കെ വാങ്ങിച്ചു കൊടുക്കും. ഒരു തരത്തിൽ ടെലിഫോൺ നല്ലതാണ്, ഇന്റർനെറ്റ് നല്ലതാണ്. പക്ഷേ അതിൽ കൂടെ ഒത്തിരി ദോഷം കൂടെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അവരെ തിരുത്തേണ്ട ആവശ്യങ്ങളുണ്ട്. അവരെ എങ്ങനെ നേർവഴിക്ക് കൊണ്ടുപോകണമെന്ന് മാതാപിതാക്കൾ ചിന്തിക്കേണ്ട നാളുകളാണ്. അവർക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കേണ്ട നാളുകളാണ്. നമ്മളതിനെ നിസ്സാരവൽക്കരിക്കരുത്. ഒത്തിരി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ഞാൻ ചെയ്തു വന്ന ഒരു പ്രാക്ടീസ് ഞാൻ പറയാം. അതുകൊണ്ട് അവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ട വലിയ മിടുക്കന്മാരായെന്നല്ല പറഞ്ഞതിന്റെ സാരം. ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങൾ കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ എൻ്റെ 2 കുഞ്ഞുങ്ങളുടെയും തലയിൽ കൈവച്ച് അവരെ ബ്ലസ് ചെയ്ത് ഉറങ്ങാൻ പറഞ്ഞയച്ചിട്ടുണ്ട്. അവരെ മൂത്തവൻ വിവാഹം കഴിക്കുന്നവരെ ഞാൻ അങ്ങനെ ചെയ്തിരുന്നേ. കൊച്ചവൻ കോളേജിന്റെ അന്തരീക്ഷം മാറി അവനെ മുകളിലത്തെ ഫ്ലോറിലോട്ട് താമസിക്കാൻ പോയപ്പോൾ മുതൽ അത് നിന്ന് പോയിട്ടുണ്ട്. അതുവരെയും നിരന്തരമായി ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് എൻ്റെ അനുഭവത്തിൽ കൂടെ നിങ്ങളോട് ഒരു വാക്ക് പറയാനുള്ളത്, കുഞ്ഞുങ്ങളെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ച് ദൈവസന്നിധി ഏൽപ്പിക്കുക. നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ അറിവ് കൊണ്ടോ നമ്മുടെ വലിയ ജ്ഞാനം കൊണ്ടോ ഒന്നും ഈ കുഞ്ഞുങ്ങളെ നേർവഴിക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ലെന്നുള്ളത് അനുഭവങ്ങളുടെ വെളിച്ചത്തിലും മറ്റു പലരുടെ കുടുംബങ്ങൾ നടക്കുന്ന സാഹചര്യങ്ങളെ ഓർത്തുകൊണ്ടും ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ്. ഒരു ദിവസം രാത്രിയിൽ എൻ്റെ മോൻ എഴുന്നേറ്റ് വളരെ കണ്ണുനീരോടെ എൻ്റെ അടുത്ത് വന്നിട്ട് എന്തോ വന്നതെന്ന് എനിക്കറിയത്തില്ല. മുമ്പ് മേഴ്സി ജോലിക്ക് പോയിരിക്കുകയാണ്. ഇപ്പം വന്ന് ഡാഡി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വന്നേച്ച് എന്ത് പറഞ്ഞ്, ഡാഡി എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അവൻ്റെ കൂട്ടുകാർ അവനോട് പറഞ്ഞ സങ്കടങ്ങളെല്ലാം കേട്ടേച്ച് ഇവരെ എങ്ങനെ രക്ഷിക്കണമെന്ന് എനിക്കറിയാതെ ഞാൻ വിഷമിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ അവനെ ചേർത്ത് എൻ്റെ അടുത്തിരുത്തി പറഞ്ഞു, ഡാഡി, ഞാൻ നിങ്ങൾ മുഖാന്തരം ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ടു.
ആ വാക്കുകൾ കേട്ടപ്പോൾ ഞാൻ ഒത്തിരി കണ്ണുനിറഞ്ഞു ഒഴുകി. നമ്മുടെ പഠിപ്പല്ല, എല്ലാ ദൈവമക്കളും അത് മനസ്സിൽ കരുതിയേ പോകാവൂ എന്ന് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുക. നമ്മുടെ കുഞ്ഞുങ്ങൾ പോയാൽ പിന്നെ നമ്മുടെ ജീവിതം പോയി കേട്ടോ. അതുകൊണ്ട് കർത്താവിന്റെ രാജ്യത്തിൽ മുതൽക്കൂട്ടായി അവരെ വളർത്തുവാൻ നമ്മൾ ഉത്സാഹികളായിരിക്കണം. ഞാൻ മുഖാന്തരം അനുഗ്രഹിക്കപ്പെട്ടു എന്ന് അവൻ എന്നോട് പറഞ്ഞു. ഞാൻ അവരെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ചെറുപ്പത്തിലെ കർത്താവെ അവരെ വിളിക്കണമേ, ഞാൻ ഫോഴ്സ് ചെയ്ത് വിടത്തില്ല, നീ അവരെ വിളിക്കണമേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു. എന്നാൽ ദൈവത്തിന്റെ സമയമായപ്പോൾ ഞാൻ പോലും അവനെ ഒന്നും പറയാതെ എൻ്റെ പാസ്റ്റർ പറഞ്ഞാൽ ഞാൻ അറിയുന്നത്. പാസ്റ്ററോട് അവൻ ചെന്ന് പറഞ്ഞു, പക്ഷേ അവന് മാസ്റ്റേഴ്സ് വരെ പഠിച്ചു, നല്ല ജോലി അവന് കിട്ടി. എന്നാൽ അവന് മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നില്ല. ആ ശൂന്യത എന്താണെന്ന് അവൻ അറിയാതെ അവൻ ഇതിനെ കുറിച്ച് പഠിച്ചു. പല ദൈവദാസന്മാർ അവർ പ്രാർത്ഥിച്ച് ആലോചന പറഞ്ഞിട്ടുണ്ട്. പാസ്റ്ററുമായിട്ട് ഡിസ്കസ് ചെയ്തു. അവനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിയാണെന്ന് പറഞ്ഞു. കഴിഞ്ഞ ജാനുവരിയിൽ ഒക്ലഹോമയിലുള്ള യൂണിവേഴ്സിറ്റിയിൽ ദൈവവചന പഠനത്തിനായിട്ട് അവൻ ജോയിൻ ചെയ്തു. ഇന്ന് രാവിലെ അവനുമായിട്ട് സംസാരിക്കാനിടയായിരുന്നു. ഒന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, നമ്മുടെ പിതാക്കന്മാരും നമ്മളും ഒക്കെ എടുത്ത ഈ കാര്യം നമ്മൾ കുഞ്ഞുങ്ങളെടുക്കണം, അവന് വേണ്ടി നിൽക്കണം. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഉപക്രമ പ്രശ്നത്തിൽ നിന്ന് വിരമിക്കുകയാണ്. പിന്നെ തുടർന്ന് കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാമൊക്കെ നമ്മൾ കാണാൻ കേൾക്കാനും പോവുകയാണ്. കർത്താവ് നമ്മളെ നാളെ സഹായിക്കും.